എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കോൺഗ്രസിൽ നിന്നും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റിലോട്ട് ആൾക്കാർ ചേക്കേറുന്നതെന്ന് ഞാൻ ആദ്യമൊക്കെ ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടിയില്ല. പക്ഷേ ശരിക്ക് പറഞ്ഞാൽ, അതായത് KP അനിൽകുമാർ, പ്രശാന്ത്, ഷാഹിദ കമാൽ, പത്മജ വേണുഗോപാൽ, അനിൽ ആൻ്റണി, തോമസ് മാഷ്, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് മറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറിയെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടിയില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിനർത്ഥം പിടികിട്ടിയത്. പക്ഷെ ഇവരൊക്കെ ഈ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഒരു വിയർപ്പ് പോലും ഒഴുക്കാതെ അധികാരവും പദവികളും കിട്ടിയവരാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ താഴേക്കിടയിൽ കിടക്കുന്ന ഒരുപാട് അണികൾ ഒന്നും ആഗ്രഹിക്കാതെ ഈ പാർട്ടിയിൽ കിടന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കണ്ടവർ പഠിക്കുകയും കൂടി വേണം. ഈ ഞാൻ ഉൾപ്പെടെ, സത്യം, ഈ ഞാൻ ഉൾപ്പെടെ താഴെത്തട്ടിലുള്ള അണികളെ പഠിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ എനിക്കിത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവർ ഈ പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് സരിൻ ഉൾപ്പെടെ ഈ പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാനാണ് പോയത്. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ കോൺഗ്രസ്സിൽ നിന്നാൽ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ പറ്റൂല. അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്നറിയാമോ, ഈ അന്നന്ന് പട്ടിണി കിടക്കാതിരിക്കാനായിട്ട് ജോലി ചെയ്യുന്ന, അതായത് നമ്മുടെ ആശാ വർക്കർമാർ എത്ര ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടക്കുന്നു എന്ന് ജനങ്ങൾക്കറിയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ണു തുറന്ന് കാണുന്ന കാര്യങ്ങളാണ്, കാഴ്ചകളാണ്. ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടക്കുന്നവർ, ഇവർ ഒരു ദിവസത്തെ വേതനം കൂട്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്. അവർക്ക് കൊടുക്കാൻ പൈസയില്ല. മിസ്റ്റർ പിണറായിക്ക് പൈസയില്ല. പക്ഷേ ഡൽഹിയിൽ പോയി സുഖിച്ചിരിക്കുന്ന തോമസ് മാഷിന് കൊടുക്കാൻ ലക്ഷങ്ങളുണ്ട്. അപ്പോൾ തോമസ് മാഷ് എന്തിനാണ് കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പോയെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പണം 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 പണത്തിന് വേണ്ടി സ്വന്തം തന്തേം തള്ളയെ പോലും ഒറ്റ കൊടുക്കുന്ന ആൾക്കാരാണ് ഈ പോയ ആൾക്കാരല്ല എന്ന് ഞാൻ അടിയുറച്ച് പറയുന്നു. ഇപ്പോൾ ഇവിടുത്തെ വിഷയം, ഇയാൾക്ക്, ഈ തോമസ് എന്ന് പറയുന്ന ആൾക്ക് ഈ ലക്ഷങ്ങൾ കൊടുക്കുന്നത് നിർത്തിക്കൊണ്ട് ഇയാളുടെ 5 മാസത്തെ പൈസ മതി ഈ പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ. ഈ സെക്രട്ടേറിയറ്റ് നടക്കിയിരിക്കുന്നവരുടെ പട്ടിണി മാറ്റാൻ ഇയാളുടെ 5 മാസത്തെ ശമ്പളം മതി. ഈ പാവപ്പെട്ട ഇവർ അവിടെ പോയി ഇരിക്കുന്നതിൽ അവരവരുടെ മക്കളുടെ വിശപ്പടക്കാനാണ്. അവർ രാവിലെ തൊട്ട് വൈകുന്നത് വരെ ഓരോ വീടും കയറി ഇറങ്ങി അവർ ശരിക്കും ഇവിടെയൊക്കെ വന്ന് അന്വേഷിക്കാറുണ്ട് അവർ. അപ്പോൾ അവർക്കെന്താണ്, അവർക്ക് എന്തൊരു തുച്ഛമായ ഒരു വേതനം കൊടുക്കുന്നത്. അതും കൃത്യമായിട്ട് കൊടുക്കുന്നുമില്ല. ഇവരുടെയൊക്കെ പൈസ തടഞ്ഞു വെച്ച് അതിൽ നിന്ന് കൈയിട്ട് വാരി ഈ തോമസിനെ പോലെയുള്ള ആൾക്കാർക്ക് ലക്ഷറി ജീവിതത്തിന് കൊടുക്കുക. ഇപ്പം മനസ്സിലായില്ലേ ഇവരൊക്കെ എന്തുകൊണ്ടാണ് അപ്പുറം മറുകണ്ഠം ചാടി പോയതെന്ന് ഇപ്പോഴാണ്. പക്ഷേ പണമോഹമില്ലാത്ത, അധികാരമില്ലാത്ത എത്രയോ പേരിവിടെയുണ്ട്. അവരൊക്കെയാണ് നമുക്ക് മാതൃക. ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെ ഒരു നിമിഷം സ്മരിക്കും. ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങളെങ്കിലും ഒന്ന് കണ്ടു പഠിച്ചൂടെ മിസ്റ്റർ പിണറായി വിജയൻ? നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ഇത്രയൊക്കെ പ്രായമായില്ലേ, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളെ ഒരു 10-25 തലമുറയ്ക്ക് കഴിക്കാനുള്ള നിങ്ങൾ ഉണ്ടാക്കി വെച്ചില്ലേ പിണറായി വിജയൻ? ഇനിയെങ്കിലും നിങ്ങൾക്ക് വോട്ട് തന്ന നിങ്ങളെ കുടുംബവും ഇന്ന് സുഖിച്ച് കഴിയുന്നത് എന്താണെന്നറിയാമോ? ഈ കേരളത്തിലെ ജനങ്ങൾ, പാവങ്ങളുടെ, ഈ ആശാവർക്കർമാരുടെ വോട്ട് കൂടെ ചേർത്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾ ജീവിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് ഈ പാവങ്ങളെ ഒന്ന് നോക്കുക. ആ തോമസിനെ പോലുള്ളവരെയൊക്കെ എടുത്ത് തോട്ടയിട്ടിട്ട് നിങ്ങൾ ആ പൈസ എടുത്ത് ഈ പാവങ്ങൾക്ക് കൊടുക്ക്. അതല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഹൃദയവും കണ്ണും മൂക്കും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു. പക്ഷെ ശരിക്കും കേട്ടോ, ഇന്ന് ഈ കേരളത്തിൽ ഇതൊക്കെ പറയാൻ എനിക്ക് മുമ്പ് ഭയമില്ലായിരുന്നു. ഇപ്പം ചെറിയ ഭയമുണ്ട് കേട്ടോ. എന്നാൽ രാവിലെ കഴിച്ച് നോക്കും, ഓഹോ തലയുണ്ടാ, ഉണ്ട്.
ആ അവസ്ഥയിൽ നിന്ന് കേരളത്തിൽ ജീവിക്കുക. ഇന്ന് നമ്മൾ രാവിലെ എണീച്ച് ആദ്യം തല തപ്പി നോക്കണം. കേരളത്തിലെ ഓരോ ജനങ്ങളും ഓരോ കുഞ്ഞുകുട്ടികളും രാവിലെ അവരുടെ തല കഴുത്തിൽ ഉണ്ടോന്ന് നോക്കണം. അമ്മാതിരി ഭരണമാണ് ഇപ്പൊ പിണറായി വിജയൻ കാഴ്ചവെക്കുന്നത്. എന്തൊക്കെ കൊലപാതകങ്ങൾ, വെഞ്ഞാറമൂട് കൊലപാതകം, ചെന്താമര. അപ്പോൾ ജയിലിലും അടിപൊളി ജീവിതം ആയതുകൊണ്ടാണല്ലോ അവർക്കൊന്നും ഒരു ഭയമില്ലാതെ വന്ന് പരോളിൽ ഇറങ്ങി ഇതുപോലെ ഓരോരുത്തർ ഇല്ല ആടിനെയും കോഴിയൊക്കെ വെട്ടും പോലെയല്ലേ മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് പോകുന്നത്. എനിക്കിതൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പണം കിട്ടിയാൽ ഏത് പാവങ്ങളെയും പെരുവഴിയിലിറക്കാൻ ഇവരെ പോലുള്ളവർ. എനിക്കിതൊന്നും പറയാനില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. കാണാം.